മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. വിവിധ ദേവീ ദേവന്മാരുടെയും ഭാരതാംബയുടെയും BJP ബലിദാനികളുടെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. 4 ആഴ്ചക്കുള്ളിൽ ഈ 20 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാലക്കാട് വടക്കഞ്ചേരിയിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും കോടതി റദ്ദാക്കി. ദൈവം ഒന്നെന്ന സന്ദേശം നൽകുന്ന ഉദ്ധരണികളും യേശുദാസിന്റെ പ്രശസ്തമായ പാട്ടിലെ വരികളുമെല്ലാം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ ചേർത്തത് കൗതുകമായി. ഭാരതാംബയുടെ നാമത്തിൽ, ഗുരുദേവനാമത്തിൽ, ശ്രീ പത്മനാഭനാമത്തിൽ, ശ്രീ കുലീനൂർ ദേവിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ഭഗവത് നാമത്തിൽ, ശ്രീ പത്മനാഭനാമത്തിൽ, തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടി ഭരണം പിടിച്ച BJPയുടെ പ്രചാരണ മുദ്രാവാക്യം മാറാത്തത് മാറും എന്നായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇതുവരെ തുടർന്ന രീതിയെല്ലാം ഇപ്പോൾ കണ്ടതുപോലെ മാറി മറിഞ്ഞു. ശ്രീ പത്മനാഭന്റെ നാമത്തിൽ, തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ, ശ്രീകണ്ഠേശ്വരം മഹാദേവന്റെ നാമത്തിൽ, ഇരുംകുളങ്ങര ദുർഗാ ഭഗവതിയുടെ നാമത്തിൽ, ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ബലിദാനികളുടെ നാമത്തിൽ എന്നിങ്ങനെയൊക്കെയായിരുന്നു 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPIM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് ആണ് കോടതിയെ സമീപിച്ചത്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 3-ാം ഷെഡ്യൂൾ സെക്ഷൻ 143 പ്രകാരം ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത്. അതിനാൽ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞകൾ അസാധുവാണെന്നാണ് ഹർജിക്കാർ വാദിച്ചത്. കോടതി അത് അംഗീകരിച്ചു. ദൈവനാമത്തിലെന്നല്ലാതെ ദൈവങ്ങളുടെ പേര് പറയാൻ ചട്ടപ്രകാരം കഴിയില്ല. സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല. വിധിന്യായത്തിലുമുണ്ടായിരുന്നു വ്യത്യസ്തതകൾ ഏറെ. MD രാജേന്ദ്രൻ എഴുതി സംഗീതം നൽകി യേശുദാസ് പാടിയ അതിപ്രശസ്തമായ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന പാട്ടിന്റെ വരികൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിധിന്യായത്തിൽ ഉദ്ധരിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞതുപോലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ട് ദൈവമെന്ന ഏകശക്തിയെ വിവിധ പേരിൽ ഉദ്ധരിച്ച് സത്യപ്രതിജ്ഞയിൽ നിയമലംഘനം നടത്തേണ്ടതില്ല. R സുഗതൻ, കരമന അജിത്, ദീപ S നായർ തുടങ്ങി നിരവധി BJP അംഗങ്ങൾ ശ്രീപത്മനാഭസ്വാമിയുടെ നാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. വലിയവിള കൗൺസിലർ VG ഗിരികുമാർ ബലിദാനികൾ അമരന്മാർ എന്ന് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ചേർത്തു. കുന്നുകുഴി കൗൺസിലർ A മേരി പുഷ്പവും കരുമം കൗൺസിലർ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ചൊല്ലി. ഗുരുദേവന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ നടന്നു. കോർപ്പറേഷനെ RSS കാര്യാലയമാക്കാനുള്ള നീക്കത്തിനാണ് തിരിച്ചടിയായതെന്ന് ഹർജിക്കാരനായ SP ദീപക് പറഞ്ഞു. ഇത് മാതിരി ജനാധിപത്യത്തെയും ഭരണഘടനയും സംവിധാനത്തെയും തകർക്കാനും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാനും തയ്യാറാകുന്ന മേയർക്ക് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. 20 കൗൺസിലർമാരും ചെയ്തിരിക്കുന്ന ചട്ടലംഘനമാണെന്നുള്ളത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ മാത്രമാണ് കോടതി പറഞ്ഞതെന്നും BJPക്ക് ഇത് തിരിച്ചടിയല്ലെന്നും മേയർ VV രാജേഷ് ദൈവനാമത്തിലെന്ന് മാത്രമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. അവരും ഇവിടെ ചെയ്യേണ്ടി വരും. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പഞ്ചായത്ത് മെമ്പർ സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. 21-ാം വാർഡ് പന്നിയങ്കരയിലെ മെമ്പറായ സുനിൽ ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചിലർക്ക് ഉമ്മൻചാണ്ടി ഒരു ദൈവമായിരിക്കാം, ചിലർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ രക്തസാക്ഷികളാണ് ദൈവം, ചിലർക്ക് അവരവരുടെ രാഷ്ട്രീയ പാർട്ടി തന്നെ ദൈവമായിരിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുമോ എന്ന് സംശയമുണ്ടെന്നും കോടതി. സ്വന്തം അധ്യാപകനായ മാധവൻ മാഷ് അല്ലെങ്കിൽ കേശവൻ മാഷ്, അതുമല്ലെങ്കിൽ ദാമോദരൻ മാഷാണ് തന്റെ ദൈവമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കാനാകുമോ? വനം കൊള്ളക്കാരൻ വീരപ്പനെ ദൈവമായി കാണുന്നവരുണ്ട് എന്ന് കരുതി വീരപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ പറ്റുമോ എന്നും കോടതി ചോദിച്ചു. അങ്ങനെ ഗൗരവപ്പെട്ട ഒരു നിയമപ്രശ്നത്തിന് ഉത്തരമായ വിധിന്യായം ചിരിക്കും ചിന്തയ്ക്കും വക നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പൂർത്തിയാക്കിയത്. വധശ്രമ കേസിൽ ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതിയും വാഴോട്ടുകോണം കൗൺസിലറുമായ R സുഗതന് കോടതി നിർദ്ദേശിച്ച കാലയളവിനുള്ളിൽ ജയിൽ മോചിതനായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെങ്കിൽ അയോഗ്യനാകും. അങ്ങനെയെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കും ഈ വിധിന്യായം വഴി തുറക്കും. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.